ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് 10-3 കവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രീം ഒന്ന് ആദ്യം തന്നെ മാറ്റിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ ക്രീം ഞാനൊന്ന് മാറ്റിയാണ്. ഇപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും ക്രീം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ക്രീം തൊട്ട് പൊടിക്കാൻ ക്രീം ഉണ്ടെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞു വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെറിയ ജാറിലോട്ടൊന്നും ഇട്ട് പൊടിച്ചെടുക്കുന്നത്. ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ബിസ്ക്കറ്റ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 300 ഗ്രാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരുന്ന ക്രീമും കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. പാലിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നമുക്ക് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് കൈവിടാതെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നന്നായിട്ട് കട്ടിയായി തുടങ്ങിയിട്ട് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിലിട്ട് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.